ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതിയെ. ഈ രണ്ട് പാട്ടുകൾ മതി, അതിലെ ഭരതിൻ്റെ നൃത്തച്ചുവടുകൾ മതി ഭരതിനെ തമിഴ് മലയാളി പ്രേക്ഷകർക്ക് എന്നും ഓർക്കാൻ, പ്രത്യേകിച്ച് 90 കിഡ്സിന്. പക്ഷേ ആ നടനിന്ന് എന്തു പറ്റി? തുടക്കത്തിൽ 2 ഭാഷകളിലായി, മലയാളത്തിലും തമിഴിലുമായി ഇത്രയും നല്ലൊരു തുടക്കം ലഭിച്ചിട്ടും അയാൾക്ക് പിന്നീട് എന്തുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല? ശരിക്കും ധനുഷ്, പ്രഭുദേവ എന്നിവരൊക്കെ ഡാൻസറായിട്ടും ഫൈറ്ററൊക്കെ ആയിട്ടാണ് സിനിമയിലേക്ക് വന്നത്. പിന്നീട് ട്രാക്ക് മാറ്റി ഇന്നും തങ്ങളുടെ കരിയറിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവർ നിൽക്കുന്നുണ്ട്. ധനുഷിന്റെ ആദ്യകാല നാമം ബ്രൂസ് ലീ ധനുഷ് എന്നായിരുന്നു. കാരണം ഫൈറ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സിനിമകളിലാണ് ആദ്യകാലങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത്. പുതുക്കോട്ടെ ശരവണൻ, സുള്ളൻ, പഠിക്കാത്തവൻ, പുതുപ്പേട്ടെ, മാപ്പിളെ തുടങ്ങി നിരവധി ആ രീതിയിലുള്ള ഫൈറ്റിന് പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകൾ. പിന്നീട് അദ്ദേഹം തന്നെ തൻ്റെ ഇമേജൊക്കെ മാറ്റി അഭിനയത്തിന് പ്രാധാന്യമുള്ള സിനിമകളിലേക്ക് മാറുകയുണ്ടായി. പ്രഭുദേവ് ഇതേപോലെ തന്നെ ആദ്യം ഡാൻസറായി വന്ന് പിന്നീട് സിനിമയിൽ നായകനായി, പിന്നീട് സംവിധാനത്തിലേക്കും സിനിമയുടെ നിർമ്മാണത്തിലേക്കുമൊക്കെയാണ് പ്രഭുദേവ് ചൂടുമാറിയത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ സംസാരിച്ചു വരുന്നത് ഭരതിന്റെ കാര്യമാണ്. അപ്പോൾ ഭരതിന്റെ കാര്യത്തിലേക്ക് വരാം. തമിഴ്നാട്ടിലെ തൃച്ചിയിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. 2003 അന്നത്തെ തമിഴിലെ തന്നെ ഏറ്റവും സൂപ്പർ സംവിധായകനായിട്ടുള്ള ശങ്കറിന്റെ ബോയ്സിലെ പ്രധാന നായകന്മാരിൽ ഒരാളാവാൻ ഭരതിന് അവസരം ലഭിച്ചത്. ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഡാൻസ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇതേ തുടർന്ന് 2004 മലയാളത്തിൽ ജയരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ഫോർ ദി പീപ്പിളിലും അദ്ദേഹത്തിന് നായകന്മാരിൽ ഒരാളായിട്ട് അവസരം ലഭിച്ചു. ചിത്രത്തിൽ ജാസി ഗിഫ്റ്റ് ഒരുക്കിയ ലജ്ജാവതിയെ എന്ന ഗാനം ഭരതിന്റെ അതിലെ ഡാൻസും അന്നത്തെ മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ട്രെൻഡായിട്ട് മാറി. അങ്ങനെ 2 ഭാഷകളിലും ഒരേ സമയം ട്രെൻഡ് മേക്കറാവാൻ ഭരതിന് സാധിച്ചു. പക്ഷേ തൊട്ടടുത്ത ചിത്രത്തിൽ അദ്ദേഹം തന്റെ ട്രാക്ക് പെട്ടെന്ന് മാറ്റുകയാണ് ചെയ്തത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന റോളിൽ നിന്ന് ഒന്ന് മാറിയിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള നായകൻ റോൾ ചെല്ലമേ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആവേശം ചെയ്തത്. ചിത്രത്തിലെ നായകൻ വിശാൽ ആയിരുന്നു, റീമാസൻ ആയിരുന്നു നായിക. ഒരു സൈക്കോയുടെ വേഷമാണ് ഇദ്ദേഹം ഈ സിനിമയിൽ ചെയ്തത്. പക്ഷേ സിനിമ വലിയ സൂപ്പർ ഹിറ്റായി. എന്നാൽ പെട്ടെന്നുള്ള ഈ ഒരു ട്രാക്ക് മാറ്റം പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിൽ നമുക്ക് പലതവണ വീണ്ടും കാണാൻ വേണ്ടി പറ്റും. ഇത് അദ്ദേഹത്തിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിച്ചതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വിജയ് സേതുപതിയുടെയും ട്രാക്ക് മാറ്റത്തെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആദ്യം കാതലും കടന്നുപോകും, 96 തുടങ്ങിയ സിനിമകളിലൂടെ ഒരു ജനപ്രിയ നായകനായിട്ട് കടന്നു വന്ന ഇദ്ദേഹം തന്നെ പെട്ടെന്ന് വിജയ് ചിത്രമായിട്ടുള്ള മാസ്റ്ററിൽ വിജയുടെ വെറും ഒരു തല്ലുകൊള്ളി വില്ലനായിട്ട് അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ ഇമേജിനെയും പിന്നീട് നല്ല രീതിയിൽ ബാധിച്ചത് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ 2004 കാതൽ എന്ന ചിത്രത്തിലൂടെ നായകനായിട്ട് തന്നെ ഭരത് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തി. ചിത്രം സൂപ്പർ ഹിറ്റായി. തൊട്ടടുത്ത വർഷങ്ങളിൽ പറ്റിയാൽ, എം മകൻ, വെയിൽ തുടങ്ങി നിരവധി സിനിമകൾ ഇറങ്ങി. എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റായി. ഈ കൂട്ടത്തിൽ വസന്തബാലൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു വെയിൽ. ഭരതിനെ കൂടാതെ പശുപതി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭാവന തുടങ്ങിയവരൊക്കെ ഉണ്ട്. പശുപതിക്കായിരുന്നു ഭരതിനേക്കാൾ കൂടുതൽ ഈ സിനിമയിൽ ശ്രദ്ധ കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ട് കാൻ ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ട തമിഴ് സിനിമയായിരുന്നു വെയിൽ. വെയിലിന് മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡും ഫിലിം ഫെയർ അവാർഡും അടക്കം ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചു. പിന്നീട് ഭരതിന് ചിന്ന ദളപതി എന്ന വിളിപ്പേര് പോലും ലഭിച്ചു. അങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഭരതിന്റെ കരിയർ പിന്നീട് താഴോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. കാരണം തൊട്ടടുത്ത് വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പല സിനിമകളും അത് വലിയ പരാജയമായിട്ട് മാറാൻ തുടങ്ങി. കുടൽ നഗർ, പഴനി, നേപ്പാളി, മുനിയാണ്ടി, വിളങ്ങിയാൽ, മൂന്നാം ആണ്ട്, സേവൽ തുടങ്ങി നിരവധി സിനിമകൾ. ഇതിൽ പല സിനിമകൾക്കും വലിയ നിലവാരം പോലുമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളുടെ തിരഞ്ഞെടുപ്പ് പലപ്പോഴും വളരെ മോശമായിട്ടുള്ളതായിട്ട് കാണാൻ വേണ്ടി പറ്റും. വെയിൽ പോലെയും ബോയ്സ് പോലെയൊക്കെയുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടൻ ഇത്രയും മോശമായിട്ടുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് ആളുകൾ ഒരു അമ്പരപ്പ് തന്നെ ഉളവാക്കി. ഒരുപക്ഷെ ഒരു സൂപ്പർ സ്റ്റാർ, ഒരു ആക്ഷൻ ഹീറോ ഒക്കെ ആയി മാറാനുള്ള അദ്ദേഹത്തിന്റെ തിടുക്കം ഈ സിനിമകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് ഫൈറ്റ് രംഗങ്ങളൊക്കെ കുത്തിക്കയറ്റിയിട്ടുള്ള സിനിമകളായിരുന്നു ഇതെല്ലാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക 2014 വീണ്ടും അദ്ദേഹം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വലിയ ഗ്യാപ്പ് എടുത്തിട്ടാണ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. അന്നത്തെ താരതമ്യേന പുതുമുഖങ്ങളായിട്ടുള്ള ടോവിനോയുടെയും സണ്ണി വെയിനിന്റെയും ഒക്കെ കൂടെ കൂതറ എന്നു പേരുള്ള ഒരു മലയാള സിനിമ. പേരുപോലെ തന്നെ ഈ സിനിമ ഒരു കൂതറ പടമായിരുന്നു. ലാലേട്ടനൊക്കെ ഈ സിനിമയിൽ ഒരു കാമിയോ റോളിൽ വന്നിട്ടുണ്ടെങ്കിലും പടം 8 നിലയിൽ പൊട്ടി. എന്നാലും അന്ന് ഡിസ്കുകളുടെ ഒക്കെ കാലഘട്ടമായിരുന്നു. സിനിമ ഡിസ്കൊക്കെ ഇറങ്ങിയപ്പോഴും ടിവിയിലൊക്കെ വന്നപ്പോഴും ഇദ്ദേഹത്തിന്റെ ആ സിനിമയിലെ കളിക്കാരൻ എന്ന് പറയുന്ന റോള് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. എന്നാലും പിന്നീട് അങ്ങോട്ടും തമിഴിലും ഭരതിന്റെ കരിയറിൽ വലിയ ഒരു മുന്നേറ്റം കുറെ കാലത്തേക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നിലവാരമില്ലാത്ത സിനിമകളായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകളെ വെച്ച് നോക്കുമ്പോൾ വലിയ നിലവാരമില്ലാത്ത സിനിമകൾ.
വീണ്ടും മലയാളത്തിലിറക്കി വരാൻ വേണ്ടി തുടങ്ങിയ അദ്ദേഹം 1000 ഒരു നോട്ട് പറഞ്ഞ കഥ, ലോർഡ് ഓഫ് ലിവിങ്സ്റ്റൺ, 7000 കണ്ടി തുടങ്ങിയ സിനിമകൾ. പക്ഷേ ഈ പടങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടി. തമിഴിലും മലയാളത്തിലും അദ്ദേഹത്തിന് അങ്ങനെ അടി പതറിക്കൊണ്ടിരുന്നു. പക്ഷേ 2019 കാളിദാസ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ, അതിലൊരു പോലീസ് ഓഫീസർ വേഷത്തിലൂടെ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. ആ വേഷം അദ്ദേഹം ഭംഗിയായി ചെയ്തു. സിനിമ സൂപ്പർ ഹിറ്റായി. ഇതൊരു ക്രൈം ത്രില്ലർ ആയിരുന്നു. പക്ഷേ ഈ ഒരു സ്ഥിരത അദ്ദേഹത്തിന് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞില്ല. കിട്ടിയ പടങ്ങളിലൊക്കെ അദ്ദേഹം കണ്ണും പൂട്ടി വീണ്ടും അഭിനയിക്കാൻ തുടങ്ങി. പല പടങ്ങളും നിരത്തി പൊട്ടാനും തുടങ്ങി. എന്നാലും ഇതിനൊക്കെ ഇടയിലും ഹിന്ദിയിലും തെലുങ്കിലും മലയാളത്തിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വേഷങ്ങളിൽ പോലും അദ്ദേഹം അഭിനയിച്ചു. സൽമാൻ ഖാൻ ചിത്രമായിട്ടുള്ള രാധയിലും മഹേഷ് ബാബു ചിത്രമായിട്ടുള്ള സ്പൈഡറിലും ഒക്കെ അദ്ദേഹം അഭിനയിച്ചു. ഇതിലൊന്നും നായകന് തുല്യമായിട്ടുള്ള വേഷങ്ങളൊന്നും ആയില്ല. വളരെ ചെറിയ വേഷങ്ങളൊക്കെ ആയിരുന്നു ഈ സിനിമയിലൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് മലയാളത്തിൽ വന്നു പോകാനും അദ്ദേഹം മറന്നില്ല. ദുൽഖർ ചിത്രമായിട്ടുള്ള കുറുപ്പിലും നമുക്ക് ഭരതിനെ കാണാം. ഇതിനുശേഷം ഇതുവരെയായിട്ട് എടുത്തു പറയത്തക്ക അങ്ങനത്തെ വിജയങ്ങളൊന്നും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതായത് കാളിദാസിന് ശേഷം വലിയൊരു വിജയം അദ്ദേഹത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. മലയാള ചിത്രമായിട്ടുള്ള ലവിൻ്റെ അതേ പേരിലുള്ള തമിഴ് റീമേക്കിലും മുംബൈ പോലീസിൻ്റെ തെലുങ്ക് റീമേക്ക് ആയിട്ടുള്ള ഹണ്ടിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2026 ഏപ്രിൽ 3 തൻ്റെ ഹിറ്റ് ചിത്രമായിട്ടുള്ള കാളിദാസിൻ്റെ 2ാം ഭാഗമായിട്ടുള്ള കാളിദാസ് 2 റിലീസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഭരതിൻ്റെ അഭിനയ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒരു പരാജയപ്പെട്ട നടൻ എന്നൊന്നും നമുക്ക് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് തമിഴിൽ തന്നെ ഉണ്ടാക്കുന്നതിന് പകരം മലയാളം, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഇൻഡസ്ട്രികളിലെല്ലാം തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാനും അവിടങ്ങളിലെല്ലാം പോയി അഭിനയിക്കാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോൾ വില്ലനായാലും സഹനടനായാലും എന്തിന് ചെറിയ വേഷങ്ങളായാൽ പോലും അദ്ദേഹത്തിന് അതൊന്നൊരു പ്രശ്നമേ അല്ലായിരുന്നു. കൂടാതെ തമിഴിലൊക്കെ ഒരുപാട് റിയാലിറ്റി ഷോകളിലും അദ്ദേഹം ജഡ്ജായിട്ടടക്കം പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ വെബ് സീരീസിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ടൈം എന്ന ബോസ്, സ്റ്റോറി ഓഫ് തിങ്സ്, തലൈമൈ സെയ്യലകം തുടങ്ങിയ വെബ് സീരീസിലൊക്കെ അദ്ദേഹം ഒരു ഡാൻസറായിട്ട് വന്നിട്ട് അതിൽ നിന്നൊക്കെ ട്രാക്ക് മാറുകയും കയറ്റി പിന്നീട് ബോഡി ബിൽഡിങ്ങിലേക്കും അദ്ദേഹം വന്നു. എന്തായാലും തൻ്റെ അടക്കം നിരവധി പേരുടെ ആദ്യ ചിത്രമായിട്ടുള്ള ബോയ്സിൽ സിദ്ധാർത്ഥ് ഒഴിച്ച് ബാക്കിയുള്ള പല നടന്മാർക്കും പിന്നീട് ഒരു ഇൻഡസ്ട്രിയിൽ തുടർച്ച ലഭിച്ചിട്ടില്ലെങ്കിലും ഭരത് ഇന്നും പല ഭാഷകളിൽ, തമിഴടക്കം മലയാളത്തിലും ഹിന്ദിയിലും അടക്കം പല ഭാഷകളും ഇന്നും ലൈവായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി വീണ്ടും അദ്ദേഹത്തിന് ഒരു വലിയ നായകനായിട്ട് തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.